നൽകുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്കായിരുന്നു ഗതാഗത മന്ത്രി കടന്നിരിക്കുന്നത്. ഒരു സർക്കാരിനെ ജയിപ്പിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് ഔദാര്യമല്ല, അത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. ആ അവകാശം നൽകിയതിനു ശേഷം ഇങ്ങനെ അപമാനിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് നൽകി അധികാരത്തിലെത്തിച്ച നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്ന ചോദ്യം ജനങ്ങൾ തിരിച്ചു ചോദിക്കപ്പെടും എന്നുകൂടി മന്ത്രി ഓർക്കണമായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതിന് മുമ്പേ. എന്തായാലും CP ജോണിന്റെ പരാമർശമടക്കം വിവാദത്തിലാകുമ്പോഴും താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറിയും മട്ടന്നൂർ MLA-യുമായ VK സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ സനോജ. എന്തായാലും CP ജോണിന്റെ പരാമർശം കേട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ നോക്കി കാണണം ഇത്തരത്തിലൊരു വിവാദ പരാമർശത്തെ? CP ജോണിന്റെ പരാമർശം ഞാനിപ്പം കേൾക്കുകയുണ്ടായി. അങ്ങേയറ്റം അനുചിതമാണ്, പ്രതിഷേധാർഹമാണ്. CP ജോണിനെ പോലെയുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ സൗജന്യ യാത്ര നടത്തിയിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നത് സർക്കാർ കുട്ടികോഴ്സ് നടത്തിയിട്ടുള്ളൊരു വലിയ പദ്ധതി. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ അങ്ങേയറ്റം അപമാനിക്കുന്നതിന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊരു കാര്യം, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണം എന്നൊരു പരസ്യ ആഹ്വാനം ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നടത്തുകയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ മെച്ചപ്പെടുത്തുകയും അതിലേക്ക് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്, നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് എന്ത് വികസന കാഴ്ചപ്പാടാണ്? അപ്പൊ ഇതെല്ലാം അങ്ങേയറ്റം നിരുത്തരമായ പ്രതികരണമാണ്. ഈ പ്രതികരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി തിരുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, നന്ദി. VK സനോജാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും മന്ത്രി തന്റെ പ്രസ്താവന പിൻവലിച്ച് അത് തിരുത്തി പറയണമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഉള്ളത്. എന്തായാലും വിവാദപരമായ ഒരു പരാമർശത്തിലേക്കായിരുന്നു ഗതാഗത മന്ത്രി പോയത്. എന്തായാലും ഒരു പദ്ധതി സൗജന്യമായി നൽകി എന്ന പേരിൽ അത് ഉപയോഗിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അത് ചേരാത്ത ഒരു അടയാളം തന്നെയാണ്. എന്നാലും കൃത്യമായ വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു പരാമർശം വിവാദമായതിന് പിന്നാലെ എന്നാൽ താൻ പറഞ്ഞ പരാമർശങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നൊരു നിലപാടിലേക്കാണ് മന്ത്രി പോകുന്നത്. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെ കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത്. കേരളത്തിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി അഭിനയിക്കുന്നു എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് CP ജോൺ പറയുന്നത്. എന്നാൽ യഥാർത്ഥ പരാമർശം അനുസരിച്ച് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ അതിൽ തള്ളിക്കയറാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവരുടെ മക്കളെ തന്നെ ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ വലിയ രീതിയിലുള്ള ഫീസ് അടക്കം നൽകി സ്വകാര്യ സ്കൂളുകളിലേക്ക് വിടുന്നു എന്നൊരു ചോദ്യം. കൂടാതെ തന്നെ ഈ ഒരു ആളുകൾ തന്നെ സർക്കാർ ആശുപത്രിയിൽ കടത്തിണ്ണയിൽ കിടക്കാൻ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ തിണ്ണയിൽ കിടക്കാൻ പോലും തയ്യാറായി ആശുപത്രിയിലേക്ക് കൂടി എത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്കായിരുന്നു മന്ത്രി കടന്നത്. സർക്കാർ ആശുപത്രി ഒന്നും സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അത് അവകാശം തന്നെയാണ്, അത് സർക്കാരിന്റെ കടമയാണ്. അതിനു വേണ്ടിയാണ് ഓരോ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഓരോ ജനങ്ങളും അവരുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഇവരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ അധികാര സ്ഥാനത്ത് നിന്ന് പറയേണ്ട തരത്തിലുള്ള ഒരു വാക്കായിരുന്നില്ല മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ പിൻവലിച്ച് തിരുത്തണമെന്നൊരു നിലപാടിലേക്കാണ് പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ കടക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നു എന്ന
തെരഞ്ഞെടുപ്പിന് മുമ്പ് അവകാശപ്പെട്ട് അത് പിന്നീട് യാഥാർത്ഥ്യമാക്കി. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ വലിയ രീതിയിൽ പ്രിയദർശിനിയെ സ്ത്രീകൾ ഏറ്റെടുത്തു, അതിൽ തങ്ങൾ അഭിമാനിക്കുന്നു. അതിന്റെ കണക്കുകളടക്കം മന്ത്രി നിരത്തി പറഞ്ഞതാണ്. ഇത്രത്തോളം സ്ത്രീകളാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്, ഇത്രത്തോളം സ്ത്രീകൾ പ്രിയദർശിനി യാത്രയിൽ പങ്കുചേരുന്നു എന്നത് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന മന്ത്രി, എന്നാൽ ഇന്ന് അത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലേക്ക് വാക്കുകൾ മാറ്റാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പോലുള്ള പരാമർശമായിരുന്നു നടത്തിയത്. എന്തായാലും നാനാ കോണിൽ നിന്നും വിമർശനം ഉയരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്.